വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഒരു സർവീസ് റിലേറ്റഡ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ ബൈക്ക് ഡീറ്റെയിലിംഗ് ചെയ്യാനായിട്ട് കൊടുത്തിരുന്നു, ലൈക്ക് പോളിഷിംഗ്, വാഷിംഗ്, ലൂബിങ് എക്സെട്ര. സോ ഞാൻ കൊടുത്ത സ്ഥലം NM ഓട്ടോസ്പാ എന്ന് പറഞ്ഞ സ്ഥലമാണ്, നിയർ നൂറിനി ശനീശ്വരൻ കോവിൽ. സാധാരണ ഞാൻ സർവീസ് ചെയ്യാറ്, പക്ഷേ ഇപ്രാവശ്യം ഇവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചു സർവീസ്. സോ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ സർവീസ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സോ ഐ ഹാവ് ടു സേ ഇറ്റ് ഈസ് എ ഗുഡ് സർവീസ്, നല്ല സർവീസ് ആയിരുന്നു. സോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. 3 പ്രോസസ്സാണ് വരുന്നത്. ആദ്യത്തെ പ്രോസസ്സാണ് ടർട്ടിൽ വാക്സ് സ്പ്രേ. ഇതൊരു കെമിക്കലാണ്, നാച്ചുറൽ കെമിക്കലാണ്. ഇത് എല്ലാ ഭാഗങ്ങളിലും അടിച്ച് വൃത്തിയാക്കിയിട്ട് വാഷ് ചെയ്യുന്നതാണ് സാധാരണ ചെയ്യുന്നത്. ഈ ടർട്ടിൽ വാക്സ് സ്പ്രേ കൂടാതെ വേറൊരു തരം കെമിക്കലും കൂടി ഉണ്ട്, ഐ തിങ്ക് പിസ്തയാണ് തോന്നുന്നു. അതും സാധാരണ യൂസ് ചെയ്യും, പക്ഷേ മെജോറിറ്റി ടർട്ടിൽ വാക്സ് സ്പ്രേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് നെക്സ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫോം വാഷിംഗ്. ഈ ഫോം വാഷിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ, അതായത് ഈ ഫോം ഇട്ട് ഫുള്ളായിട്ട് വാഷ് ചെയ്യും ആദ്യം. ഓക്കെ, അതിപ്പോൾ ബൈക്കായിക്കോട്ടെ, കാറായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഈ ഫോം ഇട്ട് ഫുള്ളായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഡീപ്പ് ക്ലീനിങ്, ഓക്കെ, അതായത് ഈ ഫോമും സോപ്പും ഒക്കെ കളഞ്ഞ് റിമൂവ് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കൂടെ ക്ലീൻ ചെയ്യുന്നൊരു സംഭവമാണ് ഡീപ്പ് ക്ലീനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായ? മൂന്നാമത്തെ പ്രോസസ്സാണ് എയർ പ്രഷർ വാഷ് ഓർ എയർ ക്ലീനിങ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എയർ അടിച്ച് വൃത്തിയാക്കുന്നൊരു സംഭവമാണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അതായത് ഈ വാട്ടർ സർവീസ് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ എൻജിൻ കോമ്പണൻസിൻ്റെ അകത്തും സ്വിച്ചിൻ്റെ അകത്തും പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ, സ്പാർക്ക് പ്ലഗ് ഉണ്ട്, സ്പാർക്ക് പ്ലഗ്, യെസ്, ബൈക്കിൻ്റെ മറ്റ് പാർട്സിനകത്തൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ വെള്ളം കയറിക്കഴിഞ്ഞാൽ അത് പ്രോബ്ലം ആവില്ലേ? അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം എയർ അടിച്ച് വൃത്തിയാക്കി ഡ്രൈ ചെയ്ത് ഉണക്കിയതിന് ശേഷം നല്ലൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട്, ചാമൗസ് എന്ന് പറയും അതിനെ, ഇതുപയോഗിച്ച് വൃത്തിക്ക് തുടച്ചതിന് ശേഷം ഷൈനർ എന്നൊരു സ്പ്രേ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഇത് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഷൈനർ അടിച്ച് വൃത്തിയാക്കി സ്പ്രേ ചെയ്ത് ടയർ പോളിഷിങ്ങും ചെയിൻ ലൂബിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരുന്നതാണ്. സോ നമുക്ക് കുറച്ച് ആഫ്റ്റർ സർവീസ് പിക്സ് കണ്ടാലോ? ഞാനിവിടെ ഒരു 3-4 പിക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് സർവീസ് കഴിഞ്ഞിട്ടുള്ളത്. ഗുഡ് സർവീസ് ആയിരുന്നു ആൻഡ് ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി ചെയ്തു സർവീസ്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പിന്നെ സോ ചെയിൻ ലൂബ്, സർവീസ് ആൻഡ് ഫോം വാഷ് എല്ലാം കൂടെ 250 റുപ്പീസാണ് വരുന്നത്. ഒരു നോർമലി റോയൽ എൻഫീൽഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസാണ് വരുന്നത് കേട്ടോ. ബട്ട് ഇറ്റ് ഈസ് റിയലി അഫോർഡബിൾ ആൻഡ് റീസണബിൾ. ഫ്രം ദി ബിഗിനിങ് ടിൽ ദി എൻഡ് ഇവരെല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് പറഞ്ഞു തന്നു കേട്ടോ. അതായത് ഞാൻ മിനിമം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് എന്താണ് വേണ്ടത് കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന സംഭവങ്ങൾക്ക് ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, എനിക്ക് അതാണ് ഇഷ്ടം. ഓക്കെ, എനിവേ ഞാൻ ഇവരുടെ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കാറോ ബൈക്കോ സർവീസ് ചെയ്യണമെങ്കിൽ NM ഓട്ടോസ്പാ സർവീസ് സെൻറ്ററിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അടിപൊളിയായിട്ട് ചെയ്തു തരും. ഓക്കെ, വി വിൽ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ്.